Calculate the angles of the quadrilateral shown below and also the angles between its diagonal. അതായത് താഴെ ഫിഗറിൽ ക്വാഡ്രിലാറ്ററലിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം, കൂടാതെ ഡയഗണലിലുള്ള ആംഗിൾസും കണ്ടുപിടിക്കണം. ഓക്കെ, ആദ്യം നമുക്കിതിനെ ABC നെയിം ചെയ്യാം. ഈ രണ്ട് ആംഗിൾസ് നോക്കൂ, ആംഗിൾ BACയും ആംഗിൾ BDCയും. ഈ രണ്ട് ആംഗിൾസും എന്താണ്, ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, ഇവ ഈ BC എന്ന കോഡ് നോക്കൂ, ഈ BC എന്ന കോഡിൻ്റെ എൻസ് ആണ് എന്ത്, ബിയും സിയും അല്ലേ. അപ്പം ബിയിൽ നിന്നും സിയിൽ നിന്നും അല്ലെങ്കിൽ BC എന്ന ആർക്കിൻ്റെ എൻസ് ആണ് ബിയും സിയും അല്ലേ. അപ്പോൾ അവയുടെ എൻസിൽ നിന്നും സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ്, അത് എയും ഡിയും അല്ലേ. അപ്പോൾ ഈ ബിയിൽ നിന്നും സിയിൽ നിന്നും സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആയ എയിലേക്കും ഡിയിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾസ് ആണ് എന്ത്, ആംഗിൾ BACയും ആംഗിൾ BDCയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും എന്താ, ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ആംഗിൾ BDC ഈസ് ഈക്വൽ ടു ആംഗിൾ BAC. കാരണം എന്താണ്, ഈ BC എന്ന കോഡ് സർക്കിളിനെ രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിലൊരു സെഗ്മെൻറ്റിലെ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾസ് ഇൻ എ സെഗ്മെൻറ്റ് ആർ ഈക്വൽ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആംഗിൾ BDC എന്ന് പറയുന്ന എത്രയാണ്, ആംഗിൾ BAC തന്നെയാണ്. ആംഗിൾ BAC 50 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ BDC എന്താണ്, 50 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ABDയും ആംഗിൾ ACDയും ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ ഒരു കോഡുണ്ട്, അതായത് AD എന്ന കോഡ് അല്ലേ. ഈ AD എന്ന കോഡിൻ്റെ എൻസാണ് എയും ഡിയും, അല്ലെങ്കിൽ AD എന്ന ആർക്കിൻ്റെ എൻസാണ് എയും ഡിയും അല്ലേ. അപ്പോൾ ഈ രണ്ട് ആർക്സിൻ്റെ എൻസിൽ നിന്നും സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ് എന്ത്, ബിയും സിയും അല്ലേ. അപ്പോൾ ബിയിലേക്കും സിയിലേക്കും ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾസ് ആണ് എന്ത്, ആംഗിൾ ABDയും ആംഗിൾ ACDയും അല്ലേ. അപ്പോൾ ആംഗിൾ ACD ഈസ് ഈക്വൽ ടു ആംഗിൾ ABD എന്ന് എഴുതാം. ACD ഈസ് ഈക്വൽ ടു ആംഗിൾ ABD. കാരണം എന്താണ്, ഒരു സെഗ്മെൻറ്റിലെ ആംഗിൾസ് ഒക്കെ സെയിം ആണല്ലേ. കാരണം AD എന്ന കോഡ് സർക്കിളിനെ രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചെറിയൊരു സെഗ്മെൻറ്റ്, ഒന്ന് വലിയ സെഗ്മെൻറ്റും അല്ലേ. അപ്പോൾ ഈ വലിയ സെഗ്മെൻറ്റിലെ ഓരോ സെഗ്മെൻറ്റിലെയും ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ആംഗിൾ ACD ഈസ് ഈക്വൽ ടു ആംഗിൾ ABD. ആംഗിൾ ABD 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ ACDയും എന്തായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ആംഗിൾ ACBയും ആംഗിൾ ADBയും അല്ലേ. കാരണം എന്താണ്, ഇവിടെ ഒരു കോഡുണ്ട്, അതായത് AB എന്ന കോഡ് അല്ലെങ്കിൽ AB എന്ന ആർക്ക്, ഈ ആർക്കിൻ്റെ എൻസാണ് എയും ബിയും അല്ലേ. അപ്പോൾ എയിൽ നിന്നും ബിയിൽ നിന്നും സർക്കിളിലെ രണ്ട് പോയിന്റ്സ് ആണ് എന്ത്, ഡിയും സിയും അല്ലേ. അപ്പോൾ സർക്കിളിലെ രണ്ട് പോയിന്റ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ, അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിൾസ് ആണ് ആംഗിൾ ADBയും ആംഗിൾ ACBയും അല്ലേ. സോ ആംഗിൾ ADB ഈസ് ഈക്വൽ ടു ആംഗിൾ ACB. ഇത് കാരണം എന്താണ്, ആംഗിൾസ് ഇൻ എ സെഗ്മെന്റ് ആർ ഈക്വൽ. ഓക്കെ, ഒരു സെഗ്മെൻറ്റിലെ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. AB എന്ന കോഡ് ഈ സർക്കിളിനെ രണ്ട് സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒന്ന് ഈ ചെറിയ സെഗ്മെൻറ്റ്, ഒന്ന് പിന്നെ ബാക്കിയുള്ള വലിയ സെഗ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഈ വലിയ സെഗ്മെൻറ്റിലെ ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും, ചെറിയ സെഗ്മെൻറ്റിലെയും ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. വലിയ സെഗ്മെൻറ്റിലെ ആംഗിൾസ് ആണ് ആംഗിൾ ADBയും ആംഗിൾ ACDയും. സോ ആംഗിൾ ADB ഈസ് ഈക്വൽ ടു ആംഗിൾ ACB. ആംഗിൾ ACB 45 ഡിഗ്രി അല്ലേ. അപ്പോൾ ആംഗിൾ ADBയും എന്തായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ഡയഗണൽസ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് O എന്നെടുക്കാം. നമുക്കറിയാം ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്, കോഡിലാറ്ററൽ ABCD എന്താണ്, ഒരു സൈക്ലിക് കോഡിലാറ്ററലാണ്. ഈ കോഡിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ ഇവയുടെ സം എന്തായിരിക്കും, ആംഗിൾ AC ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്താണ്, 180 ഡിഗ്രിയാണ്. ആംഗിൾ A പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ്, ഇത് ഒരു സൈക്ലിക് കോഡിലാറ്ററലാണല്ലോ. കാരണം ഈ കോഡിലാറ്ററിൻ്റെ എല്ലാ വെർട്ടിസസും, അതായത് ABCD ഇതൊക്കെ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഇതൊരു സൈക്ലിക് കോഡിലാറ്ററലാണ്. സൈക്ലിക് കോഡിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്താണ്, 180 ഡിഗ്രിയാണ് അല്ലേ.
സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ആംഗിൾ സിയിൽ 30 ഡിഗ്രിയും 45 ഡിഗ്രിയും കൂടിയതാണ്. അപ്പോൾ 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി എത്രയാണ്? 75 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ പ്ലസ് 75 ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ എ കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ പ്ലസ് 75 ഡിഗ്രിയെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 75 ഡിഗ്രി ആകും. സോ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി. 180 ഡിഗ്രി മൈനസ് 75 ഡിഗ്രി എത്രയാണ്? 105 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ നമുക്ക് 105 ഡിഗ്രി ആയി കിട്ടി അല്ലേ? അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു ആംഗിൾ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ ബി കാണാം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ ഡി അല്ലേ? അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? ആംഗിൾ ഡിയിലാണ് 45 ഡിഗ്രിയും 50 ഡിഗ്രിയും കൂടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ 45 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി എത്രയാണ്? 95 ഡിഗ്രിയാണ് അല്ലേ? ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ബി കാണാം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ പ്ലസ് 95 ഡിഗ്രിയെ കെൽറ്റുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 95 ഡിഗ്രി ആകും. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 95 ഡിഗ്രി. ദാറ്റ് ഈസ് എത്രയാണ്? ദാറ്റ് ഈസ് 85 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി നമുക്ക് 85 ഡിഗ്രി കിട്ടി. ഇനി നമുക്ക് ഡയഗണലിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ. ഈ ട്രയാങ്കിളിലെ സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം ഏതൊരു ട്രയാങ്കിളിലെയും സം ഓഫ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ഡി ഒ സി, ട്രയാങ്കിൾ ഡി ഒ സിയിലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ ഡി ഒ സിയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് ആംഗിൾ ഡി ഒ സി, പിന്നെ ഏതൊക്കെ ആംഗിൾസ് ആണ്? പിന്നെ ഒരു 50 ഡിഗ്രിയും 30 ഡിഗ്രിയും ഉണ്ട് അല്ലേ? പ്ലസ് 50 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ ഡി ഒ സി പ്ലസ് 50 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി 80 ഡിഗ്രിയാണ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്നും ആംഗിൾ ഡി ഒ സി കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 80 ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഈ പ്ലസ് 80യെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 80 ആകും. സോ ആംഗിൾ ഡി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി. ദാറ്റ് ഈസ് എത്രയാണ്? 100 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ ഡി ഒ സി എത്ര കിട്ടി? 100 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഒ ബി എന്തായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? നോക്കൂ, ഈ രണ്ട് ലൈൻസ് എ സി എന്ന ലൈനും ബി ഡി എന്ന ലൈനും ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഏത്? ആംഗിൾ എ ഒ ബിയും ആംഗിൾ ഡി ഒ സിയും അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആയിരിക്കും അല്ലേ? സോ ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി ഒ സി, ദാറ്റ് ഈസ് 100 ഡിഗ്രി. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. ആംഗിൾ ബി ഒ സി എന്തായിരിക്കും? ആംഗിൾ ബി ഒ സിയും ആംഗിൾ എ ഒ ബിയും എന്താണ്? ലീനിയർ പെയർസ് ആണ് അല്ലേ? നോക്കൂ, എ ബി എന്ന ലൈനെ ഒ ബി എന്ന ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ലീനിയർ പെയർസ് ആണ് ഈ രണ്ട് ആംഗിൾസ്. ഈ രണ്ട് ആംഗിൾസ് അല്ലേ? ആംഗിൾ എ ഒ ബിയും ആംഗിൾ ബി ഒ സിയും അല്ലേ? സോ ആംഗിൾ എ ഒ ബി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. ആംഗിൾ എ ഒ ബി എത്രയാണ്? 100 ഡിഗ്രി കിട്ടിയല്ലോ. അപ്പോൾ 100 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി ഒ സി എത്രയായിരിക്കും? 100 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഈ പ്ലസ് 100 ഡിഗ്രിയെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 100 ഡിഗ്രി ആവും. സോ ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. ദാറ്റ് ഈസ് 80 ഡിഗ്രി. പിന്നെ ആംഗിൾ ബി ഒ സിയും ആംഗിൾ എ ഒ ഡിയും ഈക്വൽ ആണ് അല്ലേ? ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. കാരണം എന്താണ്? അവ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? എ സി എന്ന ലൈനും ബി ഡി എന്ന ലൈനും ഇൻ്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ ബി ഒ സിയും ആംഗിൾ എ ഒ ഡിയും. സോ അവ രണ്ട് ഈക്വൽ ആണ് അല്ലേ? സോ ആംഗിൾ എ ഒ ഡി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി 80 ഡിഗ്രി.
അപ്പോൾ നമ്മൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ ക്വാഡ്രിലാറ്ററലിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ക്വാഡ്രിലാറ്ററൽ ABCD അതല്ലേ ക്വാഡ്രിലാറ്ററൽ. അതിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ A ഇസിക്കൽ ടു നമ്മൾ ഇവിടെ കണ്ടു എത്രയാണ്? 105 ഡിഗ്രിയാണ് നമ്മൾ കണ്ടു. പിന്നെ ആംഗിൾ B എത്രയാണ് നമുക്ക് കിട്ടിയത്? ആംഗിൾ B 85 ഡിഗ്രിയാണ് കിട്ടിയത്. ആംഗിൾ C എത്രയാണ്? 30 ഡിഗ്രി പ്ലസ് 45 ഡിഗ്രി, അതെത്രയാണ്? 75 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ D എന്ന് പറയുന്ന 45 ഡിഗ്രി പ്ലസ് 50 ഡിഗ്രി, അതെത്രയാണ്? 95 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വാഡ്രിലാറ്ററലിലെ ആംഗിൾസ്. പിന്നെ ആംഗിൾസ് ഓഫ് ഡയഗണൽ കണ്ടുപിടിക്കാം. ഡയഗണൽസിലെ ആംഗിൾസ് ആംഗിൾ AOB 100 ഡിഗ്രിയാണ് അല്ലേ. പിന്നെ ആംഗിൾ BOC 80 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ COD 100 ഡിഗ്രിയാണ്. പിന്നെ ആംഗിൾ AOD 80 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡയഗണലിലെ ആംഗിൾസ്. Prove that in a cyclic quadrilateral, the outer angle at any vertex is equal to inner angle at opposite vertex. അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിലെ ഒരു വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് നമുക്കൊരു സർക്കിൾ വരയ്ക്കാം, അതിനകത്ത് ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാം, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ആംഗിൾ എയും ആംഗിൾ BDCയും ഒന്ന് നോക്കൂ. ആംഗിൾ എയും ആംഗിൾ BDCയും ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABDCയുടെ ആംഗിൾസ് ആണ് അല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അതുകൊണ്ട് അവയുടെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾ A പ്ലസ് ആംഗിൾ BDC ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽസ് ആർ 180 ഡിഗ്രി. ഓക്കെ, ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി ആംഗിൾ BDCയും ആംഗിൾ BDEയും ഒന്ന് നോക്കൂ. ഇവയുടെ സംബന്ധമാണ് 180 ഡിഗ്രിയാണ് അല്ലേ. കാരണം എന്താണ്? ഇവ ലീനിയർ പെയർസ് ആണ്. സോ ആംഗിൾ BDE പ്ലസ് ആംഗിൾ BDC ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് ലീനിയർ പെയർ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഇക്വേഷൻ 1 നമ്മൾ കണ്ടു ആംഗിൾ BDCയും ആംഗിൾ എയും കൂട്ടുമ്പോഴാണ് 180 ഡിഗ്രി കിട്ടുക. ഇക്വേഷൻ 2 പറയുന്ന ആംഗിൾ BDCയും ആംഗിൾ BDEയും കൂട്ടുമ്പോഴാണ് 180 ഡിഗ്രി കിട്ടുക അല്ലേ. അതായത് ആംഗിൾ BDCയുടെ കൂടെ ആംഗിൾ A കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അതേപോലെ ആംഗിൾ BDCയുടെ കൂടെ ആംഗിൾ BDE കൂട്ടിയാലും എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ. ആംഗിൾ BDC സെയിം ആണ് അല്ലേ, 180 ഡിഗ്രിയും സെയിം ആണ്. അപ്പം രണ്ടും മാറുന്നത് ആംഗിൾ എയും ആംഗിൾ BDEയും ആണ്. അപ്പോൾ ഇക്വേഷൻ രണ്ടും സെയിം ആണ്, ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആംഗിൾ A ഇസ് ഈക്വൽ ടു ആംഗിൾ BDE. ഓക്കെ, സോ ഫ്രം ഇക്വേഷൻസ് 1 and 2 we have angle A is equal to angle BDE. കാരണം ആംഗിൾ BDCയുടെ കൂടെ ആംഗിൾ A കൂട്ടുമ്പോഴും 180 ഡിഗ്രി കിട്ടും, ആംഗിൾ BDE കൂട്ടുമ്പോഴും 180 ഡിഗ്രി കിട്ടും. അതിനർത്ഥം എന്താ? ആംഗിൾ എയും ആംഗിൾ BDEയും എന്താണ്? ഒരേ വാല്യൂ ആണ് അല്ലേ. സോ ദാറ്റ് ഈസ് ഇന്നർ ആംഗിൾ അറ്റ് A is equal to outer angle at D.